ഒരു അത്യാവശ്യം, നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്താടാ? നിന്റെ കാറ് അതും തരണം. ചിഹ്നമായിട്ടൊരു കറക്കം നിന്റെ ചേച്ചി വരുമ്പോ നീ തരാം. ചേച്ചി അറിഞ്ഞ പ്രശ്നമാവണം. ഇല്ല, അറിയില്ല. ഞാൻ പെട്ടെന്ന് നീ കൊണ്ടുവരാം പ്ലീസ്. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തു പോയി. താങ്ക്സ്. വരട്ടെ. അയ്യോ വിഷുക്ക, കാർ ഇവിടെ? കാറ് സർവീസിങ്ങിന് കൊണ്ടുപോയി പത്മകുമാർ പറഞ്ഞു. അതിന് സർവീസിന് കൊടുക്കാൻ ഡേറ്റ് ആയില്ലല്ലോ. കുറച്ച് നേരത്തെ ആകാമെന്ന് വെച്ച് കാണും. വിഷുട്ടാ, നമുക്ക് മറിയച്ചേർത്തിയുടെ ഓഫീസ് വരെ ഒന്ന് പോണം, സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനാ. വാ വിഷുട്ടാ, വന്ന് റെഡിയാവും. ചേടാ, എന്നാലും ഇവൻ പറയാതെ കാർ എടുത്തോണ്ട് പൊക്കളഞ്ഞല്ലോ. എന്താ എത്ര താമസിച്ച? വണ്ടി കിട്ടണ്ടേ? കുഴപ്പത്തിനൊന്നും പോരുത്. ഞാനും ലവറുമായിട്ട് ചുറ്റാൻ പോകുന്നു പറഞ്ഞാൽ വണ്ടി വാങ്ങിച്ചത്. അതെ, അവിടെ ചെല്ലുന്നു, എത്രയും പെട്ടെന്ന് മിഷൻ പൂർത്തിയാക്കുന്നു, കീ തിരികെ കൊണ്ടുവരുന്നു, അത്ര തന്നെ. 5 മണിക്ക് മുമ്പ് തന്നെ എത്തണം. അതിനു മുമ്പ് ഞാനെത്തും. എല്ലാം പറഞ്ഞ പോലെ ആയിക്കോട്ടെ. 3, 4, 5, 6. മക്കള് സൂരജല്ലേ? അതെ. നരേന്ദ്രന്റെ കാർ ഇടിച്ച അനിയന്റെ ചേട്ടൻ. എന്നെ മനസ്സിലായോ? ഈ അമ്മാവനെ മനസ്സിലായോ? വാ, നമ്മളൊക്കെ നേരത്തെ പരിചയപ്പെടേണ്ടവരായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. നരേന്ദ്രന്റെ ഭാര്യയുടെ ശത്രുവിന്റെ അമ്മാവൻ, മനസ്സിലായോ? നരേന്ദ്രന്റെ ഭാര്യയുടെ ശത്രുവിന്റെ അമ്മാവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ മിത്രങ്ങൾ. ബന്ധങ്ങൾ വരുന്ന ഓരോ വഴിയേ. വാ, കാര്യം പറയണേ. നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം നടക്കുകയല്ലേ? ഞാൻ അതിന്റെ നടക്ക് കയറി നിൽക്കട്ടോ? എന്ന് വെച്ചാ ഇയാൾ ആവശ്യപ്പെട്ട കാശ് ഞാൻ നടക്ക് നിന്ന് വാങ്ങിച്ചു തരും. നിങ്ങൾ ചോദിച്ച കാശ് നിങ്ങളൊന്ന് വിളിക്കാതെ അമ്മാവെന്ന് വിളിക്കണേ. കാര്യം പറ അമ്മാവ. അങ്ങനെ വഴിക്ക് വാ മക്കളെ. ഞാനപ്പം നടക്ക് നിന്ന് കാശ് വാങ്ങി തരട്ടെ. തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വാങ്ങിക്കണം. ഉറപ്പ്. പക്ഷെ ഒരു കാര്യം, ചെറിയൊരു ബ്രോക്കർ പീസ് എനിക്ക് തരണം കേട്ടല്ലോ. വാ. ചേച്ചിന്ന് കണ്ടില്ലല്ലോ. ഹേയ്, കൊള്ളാം. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ അടുത്ത ആഴ്ച എന്നെ ഇതുപോലെ സഹായിക്കണം. നിനക്ക് വണ്ടിയുള്ളതല്ലേ? അത് പ്രശ്നമാവും. ഇതാവുമ്പോ ആർക്കും അധികം അറിയില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ പോട്ടെ. ഇതെന്തോന്ന് വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കി? അളി ഓഫീസിൽ നിന്ന് വന്നോട്ടെ, നമുക്ക് പരിഹാരം വേണ്ട വേണ്ട, പരിഹാരം ഒന്നും ഉണ്ടാക്കണ്ട. എന്റെ അനിയന്റെ കാലാ പോയത്, എനിക്ക് 1 ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ. ഒരു കാലിന് 1 ലക്ഷം രൂപയാ? 2 ലക്ഷം രൂപ കിട്ടിയിരുന്ന ഞാൻ എന്റെ 2 കാലിന് ഡൊണേറ്റ് ചെയ്യുമായിരുന്നല്ലേ. കളിക്കല്ലേ, സൂരജിനോട് കളിക്കല്ലേ. വെട്ടൊന്ന്, മുറി 2. വീട്ടിലെന്ത് 2 മുറിയാ? ഇവിടെ 4 മുറിയുണ്ട്. 3 ബെഡ്റൂം, ഒരു ഡൈനിങ് ഹാൾ. ഞാൻ പറഞ്ഞു സൂരജിനോട് കളിക്കരുത്. മര്യാദക്ക് പറഞ്ഞേ, കളിക്കാൻ തൽക്കാലം ഞാൻ പോണു. ഇനി വരുമ്പോ 2-1 അറിഞ്ഞിട്ട് ഞാൻ നമുക്കറിയാം. മര്യാദക്ക് പറഞ്ഞ മോടെ. അത് ശരി, സൂണന്റെ അടുത്താണ് കളി. ആദ്യമായിട്ട് ഒരു സൂണന്റെ വിരട്ട് കണ്ട് പേടിച്ച്. മാപ്പ് തരണം ചേട്ടത്തി. ചേട്ടത്തി എന്ന് വെച്ചാ അമ്മയുടെ സ്ഥാനം. അമ്മയോട് മാപ്പ് ചോദിക്കുന്നത് ഒരിക്കലും ക്ഷീണമുള്ള കാര്യമല്ല. മാപ്പ് തരണം. നീ കാര്യം പറയടാ. സത്യം പറഞ്ഞ മനസ്സമാനത്തോടെ ഉറങ്ങിയിട്ട് കുറെ നാളായി. അല്ല, ഞാൻ ചെയ്ത പ്രവൃത്തി കാരണം മറ്റുള്ളവരുടെ ഉറക്കം പോയി. നീ
കാര്യം എന്താണെന്ന് പറ സുഗുണ. അത് ചേട്ടത്തി ഇപ്പോ ഈ കാറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, ആ അത് ഞാൻ കാരണമാണ്. മനസ്സിലായില്ലേ? ആ കാറ് ഞാനാ കൊണ്ടുപോയി ഒരാളുടെ ദേഹത്ത് ഇടിച്ചത്. ഞാനാ അന്ന് കാർ എടുത്തത്. ചേട്ടത്തി, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കുറ്റമൊക്കെ ഏറ്റു പറയാം. വേണ്ട, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നരേട്ടനെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. പോട്ടടാ, സാരമില്ല. ആഹാ, ഇന്ന് 10 ചോദിച്ചു ജനമേ കാര്യം. ഭർത്താവിന് അടിയനെ കൊണ്ട് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് കേസ് വേറൊരാളുടെ തലയെ കെട്ടി വെക്കാൻ നോക്കുന്നു. എനിക്കിതിന് പകരം അയ്യോ വേണ്ട സതി, വേണ്ട വേണ്ട. സാവിത്രി ചേച്ചിയാ പറയുന്നത്. വേണ്ട എന്റെ പൊന്ന് സതി, നീ ഒന്ന് വെറുതെ ഇരി. സതി. അതെ, ദേ, ലീലാവതി നരേന്ദ്രനും കൂടെ ആ ചെറുക്കനെ നക്കാപ്പിച്ച കാശ് കൊടുത്തിട്ട് പ്രശ്നം ഒതുക്കി തീർത്തു. ആ, നീ പോവണ്ട. ഇല്ല, പക്ഷെ ഞാനിത് പ്രശ്നമാക്കും. വേണ്ട വേണ്ട, വേണ്ട. എനിക്കറിയാം ചേച്ചി ഇപ്പൊ അവരുടെ സൈഡാ. അയ്യോ എന്റെ പൊന്നു മോളെ, ഞാൻ ആരുടെ സൈഡല്ല, സമാധാനത്തിന്റെ സൈഡാ. സമാധാനത്തിന്റെ സമാധാനം. എന്നാലും ഈ പ്രശ്നം ആർക്കും പ്രോബ്ലം ഇല്ലാതെ അവസാനിച്ചല്ല. അയ്യോ പോവരുത്, പോവരുത്. ചേച്ചി മുറി പോവാ, വീട് മുറി പോവാണോ? ചെല്ല്. സത്യം എല്ലാം തുറന്നു പറഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനം, സന്തോഷം, ആകെ ഒരു സല്ലാപം. ഇതാ പറയണേ, ഒരു കള്ളം പറഞ്ഞാലേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ 100 കള്ളം പറയേണ്ടി വരും. 100 കള്ളം? ഇവിടെ 1000 കള്ളമാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് രക്ഷപ്പെടാൻ പറ്റിയോ? ഇല്ല. ഇനി നമുക്ക് അങ്ങനെ കള്ളം ഒന്നും പറയണ്ട. ഏയ്, ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ വേണോടി, എന്നാലേ ജീവിതം ജീവിതമാവൂ. ഇപ്പൊ ഉദാഹരണം, നീ സുന്ദരി അല്ലേന്ന് ചോദിക്കുമ്പോ നിന്നെ പോലെ സുന്ദരി വേറെ ഇല്ലെന്ന് ഞാൻ പറയണം. അത് കള്ളമാണെങ്കിലും. അത് ശരി, നീ സുന്ദരിയാണെന്ന് സ്ഥിരം പറയുന്നപ്പോ കള്ളായിരുന്നല്ലേ? വേണ്ട, ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാ. അയ്യേ പറ്റിച്ച്. എന്നാ ഞാൻ ഒരു സത്യം പറയട്ടാ. എന്താ? നിന്നെ പോലൊരു സുന്ദരി ഉണ്ടല്ലോ, വേറെ ഇല്ല. ഒന്ന് പോ, കള്ളം പറയാതെ. നിന്നെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോ എനിക്ക് കവിത വരുന്നടി. ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും കവിത എഴുതും. പക്ഷേ ലോകത്തിന് എന്റെ കവിതയൊന്നും മനസ്സിലാവത്തില്ല. ആ രമേശൻ മാത്രമേ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഹലോ, എനിക്ക് ആദ്യം ആളെ മനസ്സിലായില്ല. പശു തലയിൽ നക്കിയല്ലേ? ഭയങ്കര സ്റ്റൈലായിരിക്കണല്ലേ. ഒരാള് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷെ ആളാരാണെന്ന് ചോദിക്കുന്നത് ഞാൻ പറയില്ല. ഏതോ ശത്രുക്കളായിരിക്കും നിന്റെ പേര് ചീത്താക്കാൻ വേണ്ടിയിട്ട്. അതിരിക്കട്ടെ, ആരാണ് ഈ കോമാളി വേഷം കെട്ടാൻ പറഞ്ഞത്? അതൊന്നും ഞാൻ പറഞ്ഞുതരൂല. ജീവിതത്തിൽ ഇപ്പോഴാണ് ഒരു അർത്ഥമൊക്കെ ഉണ്ടായത്, ഒരു ഉന്മേഷം ഉണ്ടായത്. ഇങ്ങനെ ആരോ പാടിയിട്ടുണ്ടല്ലോ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. അത് ശരി, അങ്ങനെ ആരുടെ പാടിയത്? ഈ ജന്മം എങ്ങനെയെങ്കിലും അനുഭവിച്ച് തീർക്കാൻ പറ്റുന്ന പെടാപ്പാട് നമുക്കറിയാം. അപ്പോഴാണ് ഇനിയൊരു ജന്മം കൂടി. എനിക്കറിയണം ആരുടെ ഇങ്ങനെയൊക്കെ പാടിയത്. ആ ആള് തന്നെ ആയിരിക്കും നിന്നെ ഇങ്ങനെയൊക്കെ വേഷം കെട്ടാൻ പറഞ്ഞു തന്നല്ലേ? അതിരിക്കട്ടെ, വാ നമുക്ക് അതിനകത്തിരുന്ന് സംസാരിക്കാം. വാ, തലേന്നടാ ഞാൻ